നമുക്കൊരു ഹാമ്പർ വർക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ എന്ന്. കാരണം കുറേ സ്ഥലം നമ്മൾ ഹാമ്പറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാം കൂടി ചില സമയം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളെ ക്യാമറാമാൻ വന്നിട്ട് കുഞ്ഞുമണിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോക്കസൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ നിങ്ങൾ കാണുമ്പോൾ. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മളോട് ഡ്രസ്സും അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സ്, ഒരു സ്പ്രേ, ഫേസ് വാഷ്, കുറച്ച് ആക്സസറീസ്, ഇത്രയും സാധനമാണ് ആൾ നമ്മളിതിൽ ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്തിയാണ് മെയിനായിട്ട് വെക്കാൻ പറഞ്ഞത്. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് അതിപ്പോൾ സെറ്റ് ചെയ്യണത്. എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഒരു ടൈമിങ്ങിലുള്ള കൊടുക്കാൻ പറ്റുന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം കേസ്. അതിന് നിന്ന് വേഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ദിവസമേ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഒരു ഇൻഫ്ലുവൻസർ കഴിഞ്ഞ ദിവസം ഒരു ബൊക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. എന്നിട്ട് അവരതിൽ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഉള്ളൂ എന്നൊക്കെ അവരങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവരത് ഉണ്ടാക്കിയതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബൊക്കയിലെത്തിയോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ ബൊക്ക ട്യൂട്ടോറിയൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ബേസിക്കലി ഞാനൊരു സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. ഐ ഹാവ് മൈ ഓൺ മിസ്റ്റേക്സ്, ബട്ട് സ്റ്റിൽ. പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കാർ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ നമ്മളെ ടൈമും നമ്മളെ എഫേർട്ടും എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്ത് കുറേ കടകളിൽ കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ കിട്ടുന്നതിനനുസരിച്ച് പർച്ചേസ് ചെയ്ത് പിന്നെ കസ്റ്റമർ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ പറയുന്നവരെ നമ്മൾ ആ ഷോപ്പിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ നമുക്ക് വരലുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെപ്പോഴും ചെയ്യുന്ന വർക്കിൽ ഒരു പെർഫെക്ഷനായിട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കലുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലിത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബേസിക്കലി എനിക്കത് തോന്നിയില്ല. അപ്പോൾ വീഡിയോ ഇനി വേണമെന്നുള്ളവരാണെങ്കിൽ നല്ല നല്ല ബൊക്കറ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മളെ യൂട്യൂബിലോ എന്നെ ഷോർട്സിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. സോ അത് കാണുക. അല്ലാതെ പിന്നെ ഇതിലൊരു കളർ കോമ്പിനേഷനൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ബൊക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ എന്നോട് കുറച്ച് പേര് അതിലെ ആക്സസറീസൊക്കെ എങ്ങനെയുണ്ടോ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെരി സൂൺ എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്തു തരാം. പക്ഷേ നമ്മളിതിലിടുന്ന എഫേർട്സ് ഒന്നും കാണാതെ ഇതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും, ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇവർ ഹാപ്പിയാണ് നമ്മൾ കൊടുത്തതിൽ കേട്ടോ. അപ്പോൾ അവരുടെ ഒരു സർപ്രൈസായിട്ട് ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ടാണ് നമുക്ക് നാട്ടിലുള്ള ആൾക്ക് നമ്മൾ തന്നെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത്. സോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.